ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം ശ്ലോകം 24-25. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ശ്ലോകം 25. ഭീഷ്മദ്രോണപ്രമുഖദഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിധി. ഋഷികേശനായ ഭഗവാൻ രണ്ടു സേനകളുടെയും മധ്യത്തിൽ ഭീഷ്മരും ദ്രോണരും മറ്റു രാജാക്കന്മാരും കാൺകെ ശ്രേഷ്ഠമായ രഥത്തെ നിർത്തിയിട്ട് കുരൂൻ സമവേദ പശ്യ എന്ന് പാർത്ഥനോട് അരുളി ചെയ്തു. കുരൂൻ എന്നാൽ കൗരവന്മാർ, പശ്യ കണ്ടാലും, പാർത്ഥൻ അർജുനൻ. സമവേദാൻ ഒത്തുചേർന്നവരെ, ഹേ അർജുന, യുദ്ധത്തിന് ഒത്തുചേർന്ന കൗരവന്മാരെ നോക്കിക്കാണൂ എന്ന് ഭഗവാൻ അരുളി ചെയ്തു. ഈ ശ്ലോകങ്ങളിൽ ഗുഡാകേശനെന്നും പാർത്ഥനെന്നും അർജുനനെ സംബോധന ചെയ്യുന്നു. ഗുഡാകേശൻ അജ്ഞാനമാകുന്ന നിദ്രയെ കീഴടക്കിയവൻ, പാർത്ഥൻ പ്രഥയുടെ മകൻ. കഴിഞ്ഞ ഭാഗത്തിൽ ദുർബുദ്ധിയായ ദുര്യോധനെ സഹായിക്കാൻ എത്തിച്ചേർന്നവരെ കാണുന്നതുവരെ രണ്ടു സൈന്യങ്ങളുടെ മധ്യത്തിൽ രഥം നിർത്തിയാലും അച്യുത എന്നാണല്ലോ ഭഗവാനോട് അർജുനൻ ആവശ്യപ്പെട്ടത്. ഭഗവാൻ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന രണ്ട് സൈന്യങ്ങളുടെയും നടുക്കു തന്നെ രഥത്തെ കൊണ്ടുപോയി നിർത്തി. ഭീഷ്മർ, ദ്രോണർ എന്നിവരുടെ നേരെയാണ് രഥം നിർത്തിയത്. ആരെയൊക്കെ കണ്ടാലാണോ ബന്ധുസ്നേഹം എന്ന മമത്വബുദ്ധി അർജുനനിൽ ഉണരുന്നത്, അവർക്ക് മുമ്പാകെ രഥം നിർത്തിയിട്ട്, എല്ലാം കുരുവംശജർ തന്നെ, അവരെയൊക്കെ നീ നോക്കിക്കാണൂ എന്ന് അർജുനനോട് അരുളി ചെയ്തു. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.